നമസ്കാരം സുഹൃത്തുക്കളെ. 2013 മുതൽ പ്രവാസികൾക്കായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് പ്രവാസി ഭാരതീയ യോജന. അപകട മരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടത്തിൽ സ്ഥിരമായ അംഗവൈകല്യമോ സംഭവിക്കുന്ന പ്രവാസികൾക്ക് 10 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് ലഭിക്കുന്നതാണ് പദ്ധതി. കുറഞ്ഞ പ്രീമിയത്തിലൂടെ പ്രവാസികൾക്ക് കൂടുതൽ ആനുകൂല്യം എന്നതാണ് പദ്ധതിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. തുടക്കത്തിൽ ECR വിഭാഗത്തിൽ പെടുന്നവർക്ക് മാത്രമാണ് പദ്ധതി. എന്നാൽ 2017 പാസ്പോർട്ട് കാറ്റഗറി പരിഗണിക്കാതെ തന്നെ എല്ലാ പ്രവാസികൾക്കുമായി പദ്ധതി വ്യാപിപ്പിച്ചു. പ്രവാസികൾക്ക് ഓൺലൈനായി തന്നെ പദ്ധതിയിൽ ചേരാം. പുതുക്കുന്നതിനുള്ള സൗകര്യമുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്നതിൽ അപകട മരണം സംഭവിക്കുകയോ അല്ലെങ്കിൽ സ്ഥിരമായ അംഗവൈകല്യം സംഭവിക്കുകയോ ചെയ്താൽ പോളിസി ഉടമയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപയാണ് ഇൻഷുറൻസ് ലഭിക്കുക. 2 വർഷത്തേക്ക് ഇത് 275 രൂപയും 3 വർഷത്തേക്ക് 375 രൂപയാണ് പ്രീമിയം. അപേക്ഷകൻ പ്രവാസിയായിരിക്കണം എന്നതാണ് പ്രധാന മാനദണ്ഡം. 18-നും 65-നും ഇടയിലുള്ള പ്രായമുള്ള ആൾക്കാണ് പദ്ധതിയിൽ അംഗമാകാനാവുക. മറ്റ് മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപകട മരണമോ സ്ഥിരമായ വൈകല്യമോ ഉള്ളതായി ഇന്ത്യൻ മിഷനുകളും വിദേശത്തുള്ള തസ്തികകളും നൽകുന്ന സാക്ഷ്യപത്രം ഇൻഷുറൻസ് കമ്പനികൾ സ്വീകരിക്കും. പരിക്കുകൾ സംഭവിച്ചാൽ 1 ലക്ഷം രൂപ വരെ ലഭ്യമാണ്. ആശുപത്രിയിൽ കിടത്തി ചികിത്സയ്ക്കായി 50,000 രൂപ വരെ ലഭിക്കും. അനാരോഗ്യം കാരണം ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരികയോ ജോലിയിൽ നിന്ന് പിരിച്ചെടുക്കപ്പെടുകയോ ചെയ്താൽ 1 വേ വിമാന ടിക്കറ്റ് തിരിച്ചുള്ളത് കിട്ടും. പോളിസി ഉടമയുടെ കുടുംബാംഗങ്ങൾക്ക് ഇന്ത്യയിൽ ആശുപത്രി ചെലവുകൾക്കായി 50,000 രൂപ ലഭിക്കും. ഭാര്യ ഭർത്താക്കന്മാർക്കും 21 വയസ്സ് വരെയുള്ള ആദ്യത്തെ 2 കുട്ടികൾക്കുമായിരിക്കും ആനുകൂല്യം. പ്രവാസികളായ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവർക്ക് 2 തവണ പ്രസവ ചെലവ് ലഭിക്കാനുള്ള ഓപ്ഷനുണ്ട്. നോർമൽ പ്രസവത്തിന് 35,000 രൂപ വരെയും സിസേറിനാണെങ്കിൽ 50,000 രൂപ വരെ ലഭിക്കും. പ്രവാസിയുടെ ആകസ്മിക മരണമോ സ്ഥിരമായ വൈകല്യമോ ഉണ്ടായാൽ ഇവർക്കൊപ്പം അനുഗമിക്കുന്ന ഒരാൾക്ക് എക്കണോമിക് ക്ലാസ്സിൽ നാട്ടിലേക്ക് വരുവാനും മടക്ക യാത്രയ്ക്കും തുക അനുവദിക്കും. പ്രവാസികളുടെ തൊഴിൽ സംബന്ധ നിയമകാര്യങ്ങൾക്ക് 45,000 രൂപ വരെ അനുവദിക്കും. ഇനി ഇൻഷുറൻസ് തുക ലഭിക്കാൻ ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപകട മരണം സ്ഥിരീകരിക്കുന്ന പോലീസ് റിപ്പോർട്ട്, അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ഇന്ത്യൻ എംബസിയിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ടിൻ്റെ എല്ലാ പേജുകളും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് എന്നിവയാണ് പോളിസി തുക ലഭിക്കുന്നതിന് ഹാജരാക്കുന്ന രേഖകൾ. സ്ഥിരമായ വൈകല്യം സംഭവിച്ചാൽ അപകടത്തെ തുടർന്നുള്ള ചികിത്സയെക്കുറിച്ചുള്ള മെഡിക്കൽ രേഖകൾ കൂടാതെ യോഗ്യതയുള്ള മെഡിക്കൽ അതോറിറ്റി നൽകുന്ന ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റും ഹാജരാക്കണം. ഇനി ഈ പദ്ധതിയിൽ ചേരുവാൻ അപേക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം ഓൺലൈൻ ഫോമിൽ പ്രസക്തമായ എല്ലാ വിശദാംശങ്ങളും പൂരിപ്പിക്കേണ്ടതുണ്ട്. പൂർത്തിയാക്കിയാൽ പേയ്മെൻറ്റ് പേജിലെത്തും. ഇവിടെ ആവശ്യമായ വിവരങ്ങൾ പൂരിപ്പിക്കുക. അതിനുശേഷം താല്പര്യമുള്ള പ്രീമിയം, അത് 225 375 ഏറ്റവും അനുയോജ്യമായ പേയ്മെൻറ്റ് ഓപ്ഷൻ തിരഞ്ഞെടുത്ത് അതിനനുസരിച്ച് പേയ്മെൻറ്റ് നടത്താം. പേയ്മെൻറ്റ് പൂർത്തിയാക്കിയാൽ